പാലക്കാട് നല്ലേപ്പള്ളി ഗവൺമെന്റ് യു.പി. സ്കൂളിലെ ക്രിസ്മസ് ആഘോഷം തടയാൻ ശ്രമിച്ച വിശ്വ ഹിന്ദു പരിഷത്ത് പ്രവർത്തകർ അറസ്റ്റിൽ. പ്രധാന അധ്യാപികയും അധ്യാപകരും ഇവർ അസഭ്യം പറഞ്ഞെന്നും പരാതിയുണ്ട്. 2 ദിവസം മുമ്പാണ് സംഭവമുണ്ടായത്. നിഖിൽ പ്രമേഷ് പാലക്കാട്. നിഖിൽ, ഈ ഭൂരിപക്ഷ വർഗീയത അധികാര സ്ഥാപനത്തിന്റെ വാർത്തകൾ ഉത്തരേന്ത്യയിൽ നടക്കും നിരവധി നമ്മൾ കേട്ടിട്ടുണ്ട്. ഒടുക്കം അതായത് കേരളത്തിലും സമാനമായ ഒരു വാർത്താ സംഭവം ഉണ്ടാകുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? പ്രതികൾക്കെതിരെ എന്തൊക്കെ വകുപ്പുകളാണ് നിലവിൽ ചുമത്തിയിരിക്കുന്നത്? സുഹേൽ, തീർച്ചയായും സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു സംഭവം കേരളത്തിലും അരങ്ങേറിയിരിക്കുന്നു എന്നുള്ളത് അങ്ങേയറ്റം ലജ്ജാകരമായി നമ്മൾ കേൾക്കേണ്ടതാണ്. ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം പാലക്കാട് നല്ലേപ്പള്ളി ഗവൺമെന്റ് യു.പി. സ്കൂളിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അവിടെ സ്കൂൾ അടയ്ക്കുന്നതിന് മുൻപായിട്ട് ക്രിസ്തുമസ് ആഘോഷം നടക്കുകയായിരുന്നു. സാധാരണ സ്കൂളുകളിൽ ഇത്തരത്തിൽ ഓണവും ആഘോഷിക്കാറുണ്ട്, ക്രിസ്മസും അതോടൊപ്പം തന്നെ പെരുന്നാളും ഒക്കെ ആഘോഷിക്കാറുള്ളതാണ്. എന്തായാലും ഇത്തരത്തിൽ ഈ ക്രിസ്തുമസ് ആഘോഷം നടക്കുന്നതിനിടെ കരോൾ നടത്തുമ്പോഴാണ് ഈ വിശ്വ ഹിന്ദു പരിഷത്ത് പ്രവർത്തകർ ഇവിടേക്ക് എത്തിച്ചേർന്നത് അലങ്കോലപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തിയത്. പ്രധാന അധ്യാപികയെയും അധ്യാപകരെയും ഇത്തരത്തിലുള്ള ഒരു ചടങ്ങ് സംഘടിപ്പിച്ചതിന് അവർ വളരെ രൂക്ഷമായ ഭാഷയിൽ അധിക്ഷേപിക്കുകയും ചെയ്തു. ശ്രീകൃഷ്ണ ജയന്തിയാണ് സ്കൂളുകളിൽ ആഘോഷിക്കേണ്ടതെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഇവർ അസഭ്യം പറഞ്ഞത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് 3 പേർ ഇപ്പോൾ പിടിയിലായിട്ടുണ്ട്. നല്ലേപ്പള്ളി സ്വദേശികളായ വടക്കുംതറ സ്വദേശി കെ അനിൽകുമാർ, മാനാംകുത്തി കറുത്തേടത്ത് കളം സ്വദേശി സുശാസനൻ, തെക്കുമുറി സ്വദേശി വേലായുധൻ എന്നിവരാണ് അറസ്റ്റിലായത്. ഇവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിട്ടുണ്ട്. കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ, മതസ്പർദ്ധ വളർത്തുന്ന രീതിയിൽ അസഭ്യം പറയൽ, അതിക്രമിച്ചു കയറൽ, ഭീഷണിപ്പെടുത്തൽ ഉൾപ്പെടെയുള്ള ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് ഇവർക്കെതിരെ കേസെടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇവർ വളരെ പ്രധാനപ്പെട്ട പദവികളിൽ ഇരിക്കുന്ന ആളുകളാണ് എന്നുള്ളതാണ് നമ്മൾ എടുത്തു പറയേണ്ടത്. ഇപ്പൊ കെ അനിൽകുമാർ എന്ന് പറയുന്നത് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ജില്ലാ സെക്രട്ടറിയാണ്. മറ്റൊരാൾ ബജരംഗ് ദൾ ജില്ലാ സംയോജകാണ്. അതോടൊപ്പം തന്നെ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റുമാണ് പിടിയിലായിട്ടുള്ള മറ്റൊരാൾ. അത്തരത്തിലുള്ള ആളുകളെ ഇപ്പോൾ പിടികൂടിയിട്ടുള്ളത്. എന്തായാലും ഇവരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരിക്കുകയാണ്.